ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി കുറച്ച് കാർഡ്സ് നമ്മൾ ഇവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. ഇന്ന് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. ഇന്ന് ന്യൂ മൂൺ ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അഫർമേഷൻ ചെയ്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്റ്റക്ക് എനർജി ഉണ്ടെങ്കിൽ ആ സ്റ്റക്ക് എനർജി മാറിക്കൊണ്ട് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചാലോ? ആ ഒരു കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രസ്സിനെയാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾ അഫർമേഷൻ ചെയ്ത് പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണ് ന്യൂ മൂൺ അഫർമേഷൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ സ്വസ്ഥമായിട്ടുള്ള ഒരു അന്തരീക്ഷം തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കാം. എന്നിട്ട് മെഡിറ്റേഷനിൽ എങ്ങനെ നമ്മൾ ഇരിക്കുന്നോ അതേപോലെ ഇരിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ഡീപ്പ് ബ്രീത്ത് എടുക്കാം. ഇൻഹേൽ ആൻഡ് എക്സേൽ ചെയ്യില്ലേ നമ്മൾ? ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, ശ്വാസം പുറത്തേക്ക് വിടുന്നു. ആ ഒരു മെത്തേഡിൽ നമ്മൾ മെഡിറ്റേഷൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇരുന്ന് നമുക്ക് ഈ അഫർമേഷൻ ചെയ്യാം. നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ പറയേണ്ട കാര്യം മനസ്സിൽ പറയാം. ഐ ആം വർത്തി ഓഫ് അബൻഡൻസ്. ഞാൻ സമൃദ്ധിക്ക് യോഗ്യനാണ് അല്ലെങ്കിൽ യോഗ്യയാണ്. ഐ ആം വർത്തി ഓഫ് ഫുൾഫില്ലിംഗ് എ കംഫർട്ടബിൾ ലൈഫ്. സുഖകരമായ ഒരു ജീവിതം നിറയ്ക്കാനായിട്ട് ഞാൻ യോഗ്യനാണ് അല്ലെങ്കിൽ യോഗ്യയാണ്. I release all the limiting beliefs. എല്ലാ പരിമിത വിശ്വാസങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. I believe in universe. Thank you universe. ഞാൻ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. ഈ 4 കാര്യങ്ങളാണ് നിങ്ങൾ അഫർമേഷനിൽ പറയേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം. ആഗ്രഹങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിക്കാം. യൂണിവേഴ്സിനോട് 3 തവണ താങ്ക് യു പറയാം. ഈ അഫർമേഷന് ടൈം ഞാൻ പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഒരു സമയം പരിമിതിയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ ചെയ്യാം. ചിലവർക്ക് കൂടുതലും ചെയ്യാം. കേട്ടോ? വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന കാര്യം യൂണിവേഴ്സ് സാധിപ്പിച്ചു തരുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. നിങ്ങൾക്കായിട്ട് ഒരു ഗൈഡായിട്ട് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക അഫർമേഷന് ശേഷം. ഓക്കെ, നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. നിങ്ങൾ വിശ്വാസപൂർവ്വം ഈ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ കറണ്ട് സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്, നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്, നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു ബിഗിനിങ്ങിനെ തന്നെയാണ് കാണിക്കുന്നത്. 6 ഓഫ് വാൻഡ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സക്സസിന്റെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ ഒരു ലീഡർഷിപ്പ് നയിക്കാൻ പോവുകയാണ്. ഒരു കാര്യത്തിൽ പുതിയതായിട്ടുള്ള ഒരു തുടക്കത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ബിക്കമിങ് എ ഇൻഫ്ലുവൻസർ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തി, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് എന്ന് പറയുന്നത് യൂണിവേഴ്സ് ബെറ്റർ ആക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് സക്സസ് ആണ്, വിക്ടറി ആണെന്നാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കറണ്ട് ഫീലിംഗ് നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ ഒരു അബണ്ടൻ പറയുന്നത്.
ഇനി നമുക്ക് ബാക്കിയുള്ള കാർഡ്സിന്റെ മീനിങ്സിലേക്ക് പോവാം. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് പേജ് ഓഫ് പെൻഡക്കിൾ ആണ്. പേജ് ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ മാനിഫെസ്റ്റിംഗ് ന്യൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂ മൂൺ അഫർമേഷൻ ചെയ്യുന്നില്ലേ, അതിനുശേഷം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്താണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പുരോഗതി, നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. ന്യൂ ബിഗിനിങ്ങിനെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ഇതുവരെയുള്ള ലൈഫിൽ ഒരു സ്റ്റക്ക് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റക്ക് എനർജി മാറുവാനായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ അഫർമേഷൻ കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഗുഡ് ന്യൂസ് ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ സ്കിൽ ആൻഡ് ട്രെയിനിങ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ കഴിവുകളെ അത് നിങ്ങളിലേക്ക് കറക്റ്റായിട്ടുള്ള സമയത്ത് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് കൊണ്ടുവരും. ആ കഴിവുകൾ അനുസരിച്ച് കൊണ്ടുള്ള ഒരു കരിയർ ആയിരിക്കും നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഗ്രോത്തിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങളൊരു ന്യൂ കരിയർ പാത്ത് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് യൂണിവേഴ്സ് ബ്ലെസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ന്യൂ കണക്ഷനെയാണ് കാണിച്ചു തരുന്നത്. പുതിയ സ്ഥലങ്ങളാവാം, കമ്പനീസ് ആവാം, വ്യക്തികളാവാം, നിങ്ങളിലേക്ക് ന്യൂ കണക്ഷൻ വരാൻ പോകുന്നു. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് പുരോഗതിയാണ് വരാൻ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് യൂണിവേഴ്സ് ഒരു മാജിക് പ്രവർത്തിക്കാൻ പോവാണ്. നിങ്ങളിലേക്ക് നന്മ വരാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. നിങ്ങളോട് വിശ്വാസപൂർവ്വം നിങ്ങളുടെ ഡ്രീംസിനെ ഫോളോ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയായാലും അത് നേടിയെടുക്കാനായിട്ടുള്ള ഒരു പവർ, മാനിഫെസ്റ്റിംഗ് പവർ നിങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. തൊട്ട് താഴെയുള്ള കാർഡ് നോക്കൂ, 9 ഓഫ് പെൻഡക്കിൾ ആണ്. 9 ഓഫ് പെൻഡക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു സക്സസിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു, നിങ്ങളിലേക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് ഒരു ഗിഫ്റ്റായിട്ട് യൂണിവേഴ്സ് വരികയാണ്. നിങ്ങൾ ഏത് കാര്യത്തിനാണോ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ളത്, ഇതുവരെയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. അതിന് നിങ്ങൾ ഈ ന്യൂ മൂൺ അഫർമേഷൻ ഉപയോഗപ്പെടുത്താനാണ് ഞാനും പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയായാലും അത് നേടിയെടുക്കാനായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് യൂണിവേഴ്സ് തരുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാനാണ് ഞാനും പറയുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഏസ് ഓഫ് കപ്സ് കാർഡാണ്. ഇത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷനിലാണെങ്കിൽ, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ അവർക്കുള്ള കാർഡ്സ് ആണ്. നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് ന്യൂ കണക്ഷൻ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെ തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും, നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങളിലേക്ക് യൂണിവേഴ്സ് പുതിയ തുടക്കമായിട്ടാണ് കാണിച്ചു തരുന്നത്. നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷനിലാണെങ്കിൽ അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്. ന്യൂ അവേക്കനിങ്ങിനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. പുതിയ തുടക്കത്തെയാണ്, പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസിനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. അവർക്ക് മാറ്റം വന്നിട്ടുണ്ട്. അവരെന്ന വ്യക്തിയിലേക്ക് നിങ്ങൾ നോക്കി കാണുകയാണെങ്കിൽ അവർ ചെയ്ത തെറ്റിനെ ഓർത്ത് അവർ വിലപിക്കുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ പറയുന്നത്, ന്യൂ മൂൺ അഫർമേഷൻ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഈ ഒരു ദിവസം നിങ്ങൾ പ്രയോജനപ്പെടുത്താനാണ് ഞാനും പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഈ റീഡിങ് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ആ നിമിഷം മുതൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങളുടെ അഫർമേഷൻ യൂണിവേഴ്സിൽ സമർപ്പിക്കുക. പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്ങോട് കൂടി വേണം ഇത് ചെയ്യാനായിട്ട്, വിശ്വാസപൂർവ്വം ചെയ്യുക. കേട്ടോ? അടുത്ത കാർഡ് എന്ന് പറയുന്നത് 2 ഓഫ് കപ്സ് കാർഡാണ്.
നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഇഷ്ടത്തെ തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ആ ഒരു സോൾമേറ്റ് കണക്ഷനെയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അവർ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവര് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, നിങ്ങളെന്ന വ്യക്തിയുടെ മഹത്വം മനസ്സിലാക്കുമ്പോൾ തിരിച്ചു വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെയായാലും യൂണിവേഴ്സിൽ സറണ്ടറായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനാണ് ഞാനും പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരണമെന്നല്ലേ? അത് വിശ്വാസപൂർവ്വം നിങ്ങൾ ഇന്ന് ചെയ്യൂ. ന്യൂ മൂൺ അഫർമേഷൻ ചെയ്യൂ. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ദ ഹെർമിറ്റ് ആണ്. ഹെർമിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് ചെയ്യാൻ പറയുന്ന കാര്യത്തെക്കുറിച്ചാണ് കാണിക്കുന്നത്. ഇന്നർ റിഫ്ലക്ഷനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. മെഡിറ്റേഷൻ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ സോളിനെ സെർച്ച് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ സോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഇല്ല. ആ ഒരു സോളിനെ അന്വേഷിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളെന്ന വ്യക്തിയെ ഉണർത്താനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പൊ ന്യൂ മൂൺ അഫർമേഷൻ നിങ്ങൾ ചെയ്യുക, അത് മെഡിറ്റേഷൻ പോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങളിലേക്ക് നിങ്ങളെ തന്നെ കൊണ്ടുവരിക, നിങ്ങളുടെ സോളിനെ കൊണ്ടുവരിക, നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് നോക്കിക്കാണുക, സെൽഫ് ലവ് ചെയ്യുക. നിങ്ങൾ ഈ റീഡിങ് കാണുന്ന നിമിഷം നിങ്ങൾ തന്നെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, നിങ്ങളെയാണ് സ്നേഹിക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്ന എൻ്റെ വ്യൂവേഴ്സിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ച കാര്യങ്ങൾ സാധ്യമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. നിങ്ങളെന്ന വ്യക്തി യൂണിവേഴ്സിൽ സറണ്ടർ ആവണം. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണെന്ന് തിരിച്ചറിയണം. അങ്ങനെയുള്ള എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യൂവേഴ്സിനും നിങ്ങളുടെ മൈൻഡ് തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ, നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവന്നാൽ ഈ ലോകത്ത് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നാ പറയുന്നേ. നിങ്ങൾ ആഗ്രഹിച്ച ഏതൊരു കാര്യവും യൂണിവേഴ്സ് നിങ്ങളുടെ കരങ്ങളിലേക്ക് വെച്ചു തരുമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പവറിനെയാണ് ഇവിടെ ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളിലെ ക്രിയേറ്റിവിറ്റിയെ ഉണർത്താനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്ത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നുവോ ആ ഒരു കാര്യം തന്നെ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു തോന്നൽ മാത്രമാണ്. നിങ്ങളിലാണ് പവർ ഇരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനാണ് പവർ കൊടുക്കേണ്ടത്. നിങ്ങൾ കരുതുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു വിശ്വാസം നിങ്ങൾ കൊണ്ടുവരണം. അത് ഉറച്ച നിലപാടോടുകൂടി കൊണ്ടുവരണം. ആരൊക്കെ എന്നെ തോൽപ്പിച്ചാലും ഞാൻ തോറ്റു പോകില്ല എന്നുള്ളൊരു വിശ്വാസം നിങ്ങളിലേക്ക് കൊണ്ടുവരണം. ഇന്നത് ചെയ്യാനായിട്ട് എനിക്ക് എൻ്റെ യൂണിവേഴ്സ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം വേണം. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളോട് പ്രവർത്തിക്കാനാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് നീങ്ങുവാനായിട്ട് നിങ്ങൾ ബോൾഡ് ആവണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ അറിയാതെ തന്നെ യൂണിവേഴ്സ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കറക്റ്റായിട്ടുള്ള സമയത്ത് നിങ്ങളിലേക്ക് ഹെൽപ്പ് വരുന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കാണൂ. തടസ്സങ്ങൾ വരാം, തടസ്സങ്ങൾ നീങ്ങിപ്പോവാനാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ന്യൂ മൂൺ അഫർമേഷൻ ചെയ്യാനായിട്ട്. അങ്ങനെ വിൽ പവർ കൊണ്ടുവന്നുകൊണ്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏതു തന്നെ ആയാലും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഏതു തന്നെ ആയാലും അത് നേടിയെടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്തൊക്കെ തടസ്സം വന്നാലും നിങ്ങൾ പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോവുക. ഒരുപാട് പേർക്ക് അവരുടെ ആഗ്രഹം സാധിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് അതുപോലെ മെഡിറ്റേഷൻ ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം സാധ്യമാകുന്നു തന്നെയാണ് ഞാനും പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു സന്തോഷ വാർത്ത യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അധികം വൈകാതെ എത്തിക്കുന്നു എന്നാണ് ഞാനും പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എഫേർട്ട് എടുക്കണം, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കാണണം. അങ്ങനെ നോക്കിക്കാണുന്ന എൻ്റെ വ്യൂവേഴ്സിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം ഉണ്ടല്ലോ, ആ ഒരു കാര്യം സാധ്യമാകാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് പ്രതീക്ഷിക്കാം.
ബോട്ടം ഓഫ് ദി ഡെക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾ എന്ന വ്യക്തിയിലേക്ക് സക്സസ് ആണ് വരുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്ത് തന്നെയായാലും അത് യൂണിവേഴ്സ് കാണുന്നുണ്ട്. ആ പിക്ചർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വരും ദിവസങ്ങളിൽ ഏതൊരു തടസ്സമാണെങ്കിലും അത് നീങ്ങിപ്പോയിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ് വരാൻ പോകുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ റീഡിംഗ് കാണുന്ന നിമിഷം നിങ്ങൾ ന്യൂ മൂൺ അഫർമേഷൻ ചെയ്യൂ. നിങ്ങൾ നല്ലതുപോലെ പ്രാർത്ഥിക്കൂ. ഈ റീഡിംഗ് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. ഇനി നിങ്ങളുടെ റീഡിങ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്ങിന് കോണ്ടാക്ട് ചെയ്യാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.